സുഹൃത്തുക്കളെ, ഇന്നത്തെ ഇപ്പോൾ ഈ ദിവസം രാവിലെ എന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ ആരംഭിച്ചു. പ്രത്യേകിച്ചും തൃശ്ശൂർ, എറണാകുളം, ആലപ്പുഴ, ഇടുക്കി, കോട്ടയം, കൊല്ലം, പത്തനംതിട്ട, തിരുവനന്തപുരം 7 ജില്ലകളിലെ തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കെടുക്കാനുള്ള ഒരു അവകാശം പ്രിയപ്പെട്ട കേരള ഗാന്ധി, ആധുനിക കാലത്തിലെ കേരളത്തിലെ ഗാന്ധിയായിട്ട് അറിയപ്പെടുന്ന രാഹുൽ ഈശ്വറിന് നിഷേധിക്കപ്പെട്ട സാഹചര്യത്തിൽ ഞാനും വോട്ടെന്തായാലും ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ അവസരം കിട്ടിയിട്ടില്ലെങ്കിൽ ഞാനും ചെയ്യില്ല. കാരണം എന്താ വെച്ചാൽ എനിക്ക് അടുത്ത ഘട്ടത്തിലാണ്, മലപ്പുറത്താണ് വോട്ടുള്ളത്. അപ്പോൾ എന്തായിരുന്നാലും ഇതൊരു വല്ലാത്തൊരവസ്ഥയാണ്. ഈ പട്ടരിൽ പൊട്ടന്മാരില്ല എന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട്. പക്ഷേ തന്ത്രി കുടുംബത്തിലുണ്ട് എന്നുള്ളത് മനസ്സിലായി. എന്തായിരുന്നാലും കാരണം ഇതും ഉന്നത കുലജാതൻ തന്നെയാണ്. പക്ഷേ ആ തന്ത്രി കുടുംബത്തിൽ അങ്ങനെ ഒരു പൊട്ടുണ്ട് എന്നുള്ളത് മനസ്സിലായി. മാത്രമല്ല, കണ്ടാലറിഞ്ഞില്ലെങ്കിൽ കൊണ്ടാലറിയും എന്നുള്ള പഴഞ്ചൊല്ലുണ്ട്. അതാണ് ഇപ്പോൾ സംഭവിച്ചത്. ഈ ചങ്ങാതി ജീവിതത്തിൽ പട്ടിണി എന്നുള്ളത് കേട്ടിട്ടേ ഉള്ളൂ. പട്ടിണി എന്താണെന്ന് അനുഭവിച്ചിട്ടില്ല. നമ്മളൊക്കെ അനുഭവിച്ചവരാ. ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ നമ്മൾ അതിലൂടെ കടന്നു പോയിട്ടുള്ളവരാ പലപ്പോഴും, പല സാഹചര്യങ്ങളിലായിട്ട്. പക്ഷേ രാഹുൽ ഈശ്വരനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ പട്ടിണി എന്ന വാക്ക് കേട്ടിട്ടേ ഉള്ളൂ. പട്ടിണി എന്താണ് എന്ന്, വിശപ്പ് എന്താണ് എന്ന് അനുഭവിച്ചറിയേണ്ടതാണ്. വിശപ്പ് അനുഭവിച്ചറിയാത്ത ഒരാൾക്ക് അതെന്താണെന്ന് മനസ്സിലാവില്ല. ഇപ്പോൾ ഒരു തീപ്പൊള്ളലേറ്റ വേദന എന്താണെന്നുള്ളത്, അതിൻ്റെ അനുഭവം എന്താണെന്നുള്ളത് തീപ്പൊള്ളിയെ മനസ്സിലാവുള്ളൂ. മറ്റേ ആൾക്ക് അതെങ്ങനെയും എത്രയും പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയില്ല, ഏത് രീതിയിലും മനസ്സിലാക്കാൻ കഴിയില്ല. അതങ്ങനെയാണ്. ഇപ്പോൾ ഒരു കാലെവിടെയും തട്ടിയുള്ള വേദനയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം എല്ലാവർക്കും പറ്റുന്ന, അതുകൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അല്ലാതെ ചില ഉള്ള അനുഭവങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിലൂടെ തന്നെ സഞ്ചരിക്കണം. അപ്പോൾ എന്തായാലും പട്ടിണി എന്താണ് എന്ന് ജീവിതത്തിൽ തിരിച്ചറിയാൻ അദ്ദേഹത്തിന് അവസരം കിട്ടി. അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ അത് അറിയേണ്ടതാണ്. പട്ടിണി മറ്റേത് കേട്ടിട്ടേ ഉള്ളൂ, വായിച്ചിട്ടേ ഉള്ളൂ. അതെന്താണെന്നുള്ളത് അനുഭവിച്ചറിയാനുള്ള അവസരം അത് ഒരു ദൈവ നിയോഗമായിട്ട് ഞാൻ കാണുകയാണ്. ഒരു തിരിച്ചറിവോട് കൂടിയിട്ട്, അതായത് അറിവും തിരിച്ചറിവും തമ്മിൽ വ്യത്യാസമുണ്ട്. അദ്ദേഹത്തിന് അറിവുണ്ട്, നോളജുണ്ട്. നോളജും റിയലൈസേഷനും തമ്മിൽ വ്യത്യാസമുണ്ട്. തിരിച്ചറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് നമ്മൾ റിയലൈസേഷൻ എന്ന് പറയുന്ന സാധനം വേറൊന്നാണ്. അതാണ് ശ്രീബുദ്ധൻ ഉണ്ടായത്, ആ ഒരു പുതിയ വെളിച്ചത്തിലേക്ക്, ഒരു പുതിയ ദർശനത്തിലേക്ക് പോകുന്നത്. അപ്പോൾ തിരിച്ചറിവിൻ്റെ പാതയിലേക്ക് കടന്നു പോകാൻ, നവീകരണത്തിൻ്റെ പാതയിലേക്ക് കടന്നു പോകാൻ രാഹുൽ ഈശ്വറിന് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അവസാനം ഈ ചങ്ങായിനെ ഇപ്പോൾ ആലോചിച്ച് നോക്കും നിങ്ങൾ. വേറെ ആരും ഉണ്ടാക്കിയൊരു ഗർഭം, എല്ലാവരും പറയുന്ന പോലെ വേറെ ആരും ഉണ്ടാക്കിയൊരു ഗർഭം, അതിന് വേണ്ടിയിട്ട് അതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരുത്തം പോയിട്ട് ജയിലിൽ കിടക്കുക. അവൻ ആർക്കെങ്കിലും ഗർഭം ഉണ്ടാക്കിയതായിട്ട് തന്നെ നമ്മൾക്ക് നമ്മളെ അറിവിൽ അങ്ങനെ ഇതുവരെ പെട്ടിട്ടില്ല. അങ്ങനെ ഒരാൾ വേറൊരാളുടെ ഗർഭത്തിന് വേണ്ടിയിട്ട് അത് ഗർഭം ഉണ്ടാക്കുക എന്നുള്ളതല്ല, നാട്ടിലുള്ളവരെ മുഴുവൻ ഇതൊരു സ്വാതന്ത്ര്യ സമരമാണ്. അതായത് പുരുഷന്മാർക്ക് ഏത് പെണ്ണിനെയും പ്രണയം നടിച്ചോ അല്ലാതെയോ അല്ലെങ്കിൽ സൗഹൃദ സംഭാഷണം എന്ന് പറഞ്ഞിട്ടോ എവിടെയെങ്കിലും കേന്ദ്രത്തിൽ എത്തിച്ചിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ പലയിടത്തും പോയി ഇരിക്കുകയൊക്കെ ചെയ്യുന്നതല്ലേ. പല ഒറ്റയ്ക്ക് താമസിക്കുന്ന ഫ്ലാറ്റുകളിൽ പോകാറുണ്ട്. ഞാൻ താമസിക്കുന്നിടത്ത് പലരും പല യുവതികളും പെൺകുട്ടികളൊക്കെ നമ്മളടുത്ത് വരാറുണ്ട്, ഇരുന്ന് വരാറുണ്ട്. ചിലപ്പോൾ ചായ ഉണ്ടാക്കി കുടിക്കാറുണ്ട്, ഒക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള എല്ലാവരും ഉണ്ട്, ഞാൻ മാത്രമല്ല, എല്ലാവർക്കും ഇല്ലേ. അപ്പോൾ അവരിതൊരു മുഴുവൻ നമുക്ക് റേപ്പ് ചെയ്യാനുള്ളവരാണ്. ആരെയും വന്ന് നമ്മളുടേതായ ഒരു സോണിലേക്ക് നമ്മൾ എത്തിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം നമുക്ക് റേപ്പ് ചെയ്യാൻ മാത്രമല്ല, അവരെ ഗർഭിണിയാക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശം പുരുഷന്മാരുടെ ഏത് പെണ്ണിനെയും ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും പറഞ്ഞ് എത്തിച്ച് അവളെ റേപ്പ് ചെയ്യാനും, അവളെ മുറിവേൽപ്പിക്കാനും, വേദനിപ്പിക്കാനും, ഗർഭിണിയാക്കാനും, ആ ഗർഭം അലസിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യ സമരം നടത്തി ജയിലിൽ പോയ രാഹുൽ ഈശ്വറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വോട്ട് ചെയ്യാത്തതുകൊണ്ട് അതിൽ പ്രതിഷേധിച്ച് മലയാളികൾ ഒന്നാകെ വോട്ടെടുപ്പ് ബഹിഷ്കരിക്കും എന്നൊക്കെ ആയിരിക്കും അദ്ദേഹം പ്രതീക്ഷിച്ചിട്ടുണ്ട്. കാരണം പുള്ളി വിചാരിച്ചത്, പുള്ളിയാണ് ഈ രാഹുൽ ഈശ്വർ സൂര്യനെ ചുറ്റി ഭൂമി കറങ്ങുന്നു അല്ലെങ്കിൽ മറ്റ് ഗ്രഹങ്ങൾ കറങ്ങുന്നു എന്നൊക്കെ പറയുന്ന പോലെ, ഭ്രമണം വെക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഈ ചെങ്ങായിനെ ചുറ്റിയിട്ടാണ് കേരളീയ സമൂഹം. കാരണം രാവിലെ എണീക്കുമ്പോൾ രാഹുൽ ഈശ്വർ എന്ത് പറഞ്ഞു എന്നുള്ളത് നോക്കി എണീക്കുകയും രാഹുൽ ഈശ്വർ എന്ത് പറഞ്ഞു എന്ന് നോക്കി കടന്നുറങ്ങുകയും രാഹുൽ ഈശ്വർ പറഞ്ഞതിനെക്കുറിച്ച് മാത്രം എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുകയും രാഹുൽ ഈശ്വർ ചൂണ്ടിക്കാണിക്കുന്ന വഴിയെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് മലയാളികൾ എന്ന ഞാൻ എന്തോ വലിയ സംഭവമാണെന്നുള്ള ധാരണയിൽ നിന്നുണ്ടായതാണ്. നമ്മളൊന്നും അല്ലെന്നേ, നമ്മളെക്കാൾ ബുദ്ധിയും വിവരമുള്ള എത്രയോ ആൾക്കാരിവിടെ ഉണ്ട്. നാട്ടിൻപുറത്തൊക്കെ ചായക്കടയിൽ നിന്ന് പോയിരുന്ന് ചായ കുടിച്ച് നോക്കണം. എന്ത് രസമായിട്ട് ഫിലോസഫിയൊക്കെ പറയുക, എന്ത് രസമായിട്ട് രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കും, സമകാലിക വിഷയത്തെക്കുറിച്ച് സംസാരിക്കും. വളരെ രസമായിട്ട്, വളരെ സർക്കാസ്റ്റിക്കായിട്ട് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുണ്ട്. പ്രായം ചെയ്യുന്ന ആൾക്കാരൊക്കെ പറയുന്ന കേൾക്കണം. അവരുടെ മുമ്പിൽ ഒന്നുമല്ല, ഒരു പുഴുവല്ല. അവരതുപോലെ മൊബൈൽ ഫോണിൽ വന്നിരുന്ന് പറയുന്നില്ല എന്നേ ഉള്ളൂ, യൂട്യൂബിലും ഫേസ്ബുക്കിലും വരുന്നില്ല എന്നേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. ക്യാമറയുടെ മുമ്പിൽ എത്തുന്നില്ല എന്നേ ഉള്ളൂ. അവരൊക്കെ അറിയാതെ അവരുടെ സാധനം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒക്കെ ക്ലാസിക് സംഭവങ്ങളായിരിക്കും. അവിടെ ഈ പറയുന്ന ഞാനൊക്കെ ഒരു പുഴു, ഇവിടുത്തെ മാധ്യമരംഗത്തെ വലിയ നിരീക്ഷകർ എന്ന് പറയുന്ന ആൾക്കാർ പോലും ഒന്നുമല്ല അവരുടെ മുമ്പിൽ എന്നുള്ളത് മനസ്സിലാക്കണം. അവിടെയാണ് രാഹുൽ ഈശ്വർ ഞാനെന്തോ വലിയ സംഭവമാണ് എന്ന് കരുതിയിരുന്നത്. അദ്ദേഹം കരുതിയത് മലയാളികൾ മുഴുവൻ നിരാഹാരം അനുഷ്ഠിക്കും, എല്ലാവരും വോട്ടെടുപ്പ് ബഹിഷ്കരിക്കും,
സ്വന്തം ഭാര്യ ദീപ പോലും നിരാകാരം അനുഷ്ഠിച്ചിട്ടില്ല, ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ട്. എന്നാൽ എൻ്റെ ഭർത്താവിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാനും പട്ടിണി കിടക്കാൻ തീരുമാനിക്കുന്നു എന്ന് ദീപ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. മക്കൾ വളരെ സന്തോഷത്തിലുമായിരിക്കും. കാരണം വീട്ടിലിങ്ങനെ കുറച്ച് സുഖമുണ്ടല്ലോ, സ്വസ്ഥതയുണ്ടല്ലോ. മറ്റേത് ഇതല്ലേ സഹിക്കണേ. ഇത് ഖലീൽ ജിബ്രാൻ പറഞ്ഞതുപോലെ പാരന്റിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യുവർ ചിൽഡ്രൻ ആർ നോട്ട് യുവർ ചിൽഡ്രൻ, ദേ കെയിം ത്രൂ യു നോട്ട് ഫ്രം യു, ഗിവ് ദം യുവർ കെയർ നോട്ട് യുവർ ഐഡിയ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് വേണമെങ്കിൽ ഐഡിയ അടിച്ചേൽപ്പിക്കുന്നേ കുട്ടികളെ. ഈ പൊട്ട ഐഡിയ എല്ലാം കൂടി പിള്ളേരെ മേത്തേക്ക് അടിച്ചേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി ഉണ്ടാവണേ? അതൊന്ന് ആലോചിച്ച് നോക്ക്. പിന്നെ ഇവരിനിയിപ്പം രാഹുൽ ഈശ്വറിന് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ പാരസിറ്റാമോൾ കഴിച്ചിട്ടാണ് ഉറങ്ങണേന്ന് അറിയില്ല. പാരസിറ്റാമോൾ എന്ന് പറഞ്ഞപ്പോൾ തന്നെ മോൾ എന്ന് കേട്ടപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്പം തന്നെ മോളൂസ് എന്ന് പറഞ്ഞ പോലെ അങ്ങനെ കേൾക്കണേ. മോൾ എന്ന് കേട്ടപ്പോൾ ഏതോ ഒരു മോളാന്ന് കരുതി, പെണ്ണെന്ന് കരുതി. എന്നിട്ട് പാരസിറ്റാമോൾ ഗുളികയെന്ന് മനസ്സിലായത് ഏതോ മോളൂസ് വരുന്നുണ്ടെന്ന് കരുതി. പാരസിറ്റാമോൾ അങ്ങോട്ട് കൊടുത്തയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് കരുതി അവിടെയും മോളൂസ് വരികയാണെന്നാണ് കരുതിയത്. കാരണം മോളൂസ് വിളിയാണല്ലോ ഇഷ്ടപ്പെട്ട വിനോദം. പക്ഷേ രാഹുൽ ഈശ്വറിന് പിന്നെ മോള് കൊടുത്തിട്ട് കാര്യം ഉണ്ടാവില്ല. മോളിലൊന്നും വലിയ താല്പര്യമില്ലാത്ത ആളാണ്. പാരസിറ്റാമോൾ ഉണ്ടെങ്കിൽ അത് തന്നെ സംഘടിപ്പിച്ച് കൊടുക്കണം. അങ്ങനെ പാരസിറ്റാമോൾ കഴിച്ച് ഉറങ്ങട്ടെ. പിന്നെ എന്തായിരുന്നാലും ഞാൻ എന്തായാലും രാഹുൽ ഈശ്വർ വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ദീപ വോട്ട് ചെയ്യാൻ പോയാലും ശരി, ലോകത്ത് ആരൊക്കെ രാഹുൽ ഈശ്വറിനെ കൊണ്ടുകിടന്ന് ആരൊക്കെ വോട്ട് ചെയ്യാൻ പോയാലും ശരി, രാഹുൽ ഈശ്വറിന് വോട്ടവകാശം നിഷേധിച്ച സംസ്ഥാന സർക്കാരിൻ്റെയും ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയുടെയും ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിൻ്റെയും ഇവിടുത്തെ സംവിധാനങ്ങളുടെയും ഒക്കെ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് രാഹുൽ ഈശ്വറിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രതിഷേധ സൂചകമായി ഈ പ്രാവശ്യത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഞാൻ ബഹിഷ്കരിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത് മുൻകൂട്ടി പ്രഖ്യാപിക്കുകയാണ്. കാരണം എനിക്ക് അടുത്ത ദിവസമാണ് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത്, ഈ ഘട്ടത്തിലല്ല എന്നുള്ളതുകൊണ്ട്. അപ്പം ആരുമില്ലെങ്കിൽ രാഹുൽ ഈശ്വറെ ഞാൻ കൂടെയുണ്ട്. വേറെ ആരുമില്ലെങ്കിലും ആ ബുദ്ധിയില്ലാത്ത എൻ്റെ കക്ഷിക്ക് വിവരമില്ല, എൻ്റെ കക്ഷിക്ക് ബുദ്ധിയില്ല എന്ന് പറഞ്ഞ വക്കീലിനെ പോലെ ഞാൻ പറയുന്നില്ല. നിനക്ക് ബുദ്ധിയുണ്ട്, ആ ബുദ്ധി വിവേകപൂർവ്വം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കണം എന്ന് രാഹുൽ ഈശ്വറിനോട് ഇത് പുറത്തു വരുന്ന സമയത്ത് വല്ലതും കാണുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇതും കാണാൻ പറ്റില്ല. അതാണ് മൊബൈലില്ലാണ്ട് ജീവിക്കുക എന്നൊക്കെ പറഞ്ഞാൽ രാഹുൽ ഈശ്വറിനെ സങ്കല്പിക്കാൻ കഴിയാത്ത കാര്യമാണ്. ആലോചിച്ച് നോക്ക്. പട്ടിണിവിനം അടുത്തു ഞാൻ പറഞ്ഞ പോലെ. ഇനി പറഞ്ഞ ഞാൻ ആവർത്തിച്ച് പറയുന്നില്ല. ഏതായിരുന്നാലും ഈ അവസാനം വന്ന് കോടതിയിൽ ജാമ്യം കിട്ടാൻ വേണ്ടി ആ ഗർഭം കൂടി ചിലരുണ്ടല്ലോ, അങ്ങനെയുണ്ടല്ലോ. പണ്ടത്തെ കാലത്തൊക്കെ പോലീസ് പീഡിപ്പിച്ച് ചെയ്യാത്ത കുറ്റം ഏറ്റെടുക്കുന്നൊക്കെ പറയുന്നത്. ഇതിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കടന്ന് മടുത്തിട്ട് ഈ മൊബൈൽ ഇല്ലാതുള്ള ജീവിതം മടുത്തുകൊണ്ട് ഞാനാണ് ഗർഭത്തിന് ഉത്തരവാദി, എട്ടുകാലി മൊമ്മഞ്ചിനെ പോലെ ആ ഗർഭം എൻ്റേതായിരുന്നു, രാഹുൽ മാങ്കൂട്ടത്തിന് അതിൽ പങ്കില്ല, ഞാനാണ് ഗർഭം ഉണ്ടാക്കിയത്, ഞാനാണ് അലസിപ്പിച്ചതെന്ന് പറഞ്ഞ് ഇനി ആ കുറ്റം കൂടി ഏറ്റെടുത്തിട്ട് എങ്ങനെയെങ്കിലും ജാമ്യത്തിൽ പുറത്തിറങ്ങാൻ പറ്റുമോ എന്നുള്ളതായി ശ്രമിക്കുമോ, അങ്ങനെയുള്ള വല്ല അബദ്ധങ്ങളും ചെയ്തു പോകുമോ, ചെയ്യാത്ത കുറ്റം ഏറ്റെടുത്ത് പോകുമോ എന്നുള്ള സംശയം മാത്രമേ എനിക്ക് ബാക്കിയുള്ളൂ. അപ്പോൾ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും.